ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ വീഡിയോ അല്ല, ചെറിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് കാരണം തന്നെ എനിക്കിപ്പോൾ കുറച്ചടിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജസ് കാര്യങ്ങളാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഹോണ്ട ഹൈനസിനെ പറ്റിയുള്ള ഡൗട്ടുകൾ കാര്യങ്ങളാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ അറിഞ്ഞാണ് ഹോണ്ട തന്നെ അനൗൺസ് ചെയ്തായിരുന്നു ഹോണ്ടയുടെ വണ്ടികൾ അവർ തിരിച്ചു വിളിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ചില തകരാറുകൾ മൂലമാണ് അവർ തിരിച്ചു വിളിക്കുന്നതെന്നത് അവർ തന്നെ അനൗൺസ് ചെയ്ത കേസാണ്. സോ അതിൻ്റെ ബേസിൽ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കുള്ള ഡൗട്ട്, വണ്ടി കംപ്ലൈൻ്റ് ആണോ, സോ എടുക്കണമോ, അല്ലെങ്കിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ, എന്താണ് ഇഷ്യൂസ്, പലർക്കും കറക്റ്റായിട്ടുള്ളൊരു ധാരണ അതിനെപ്പറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ആ ഒരു മെസ്സേജിലൂടെ തോന്നി. അപ്പോൾ എനിക്ക് ഒന്നിലധികം മെസ്സേജസ് വന്നപ്പോൾ ഞാൻ കരുതി അവർക്ക് റിപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതി. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചിട്ടാണ് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഹോണ്ട ഹൈനസ് CB350യുടെ ട്രാൻസ്മിഷൻ തകരാറ് മൂലം തിരിച്ചു വിളിക്കുക എന്നാണ് ന്യൂസുകൾ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോണ്ട അങ്ങനെ തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അവരതിന് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷനും തന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ തകരാറെന്ന് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് വണ്ടിയുടെ 4th ഗിയറിൽ യൂസ് ചെയ്തിട്ടുള്ള കൗണ്ടർ ഷാഫ്റ്റിന് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ളത് നിലവാരം കുറഞ്ഞ റോ മെറ്റീരിയൽസ് ആണോ എന്ന് അവർക്കൊരു ഡൗട്ടുണ്ട്. സോ അതിനിപ്പം നിലവിൽ ഒരു വണ്ടികൾക്കും ഇഷ്യൂസ് കാര്യങ്ങളില്ല, എങ്കിലും ഫ്യൂച്ചറിൽ അതൊരു ഇഷ്യൂ ആയി വരാം എന്നുള്ളതിൽ അവർക്കൊരു ഡൗട്ടുകൾ കാര്യങ്ങളുണ്ട്. അവരുടെ ഒരു നിരീക്ഷണത്തിൽ അവർക്കതാണ് ഫീൽ ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ നിലവിൽ തന്നെ ക്ലിയർ ചെയ്ത് പോവുകയാണ് ബെറ്റർ എന്ന് തോന്നിയുകൊണ്ടാണ് ഹോണ്ട അങ്ങനെ ഒരു തിരിച്ചു വിളിക്കാൻ കാരണമുണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഫുൾ വണ്ടികൾക്ക് ആ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ടൈമിൽ മാനുഫാക്ചർ ചെയ്തത്, അതായത് November 25 തൊട്ട് December 12 വരെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടികൾക്കാണ് ആ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ളത്. സോ അത്രയും വണ്ടികളെ മാത്രമാണ് ഹോണ്ട തിരിച്ചു വിളിക്കുന്നത്. അത് എത്ര വണ്ടികൾ ഉണ്ടെന്നുള്ളത് അവർ അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരു ഡേറ്റിനുള്ളിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികൾക്കും ആ ഒരു ഇഷ്യൂ അവർ ക്ലിയർ ചെയ്ത് വണ്ടി നൽകുന്നതാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോണ്ട അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ ഷോറൂംസ് വഴി ആ ഒരു ഡേറ്റിൽ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള എല്ലാ വണ്ടികളുടെ ഓണേഴ്സിനെയും SMS, ഇമെയിൽസ്, കോൾസ് വഴി അവർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി റിട്ടേൺ ഷോറൂമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം എന്നാണ് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഒരു യൂസറാണ്, നിങ്ങൾക്കൊരു കോളും മെസ്സേജോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങൾ ആ ഡേറ്റിലാണോ മാനുഫാക്ചർ ചെയ്തതെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊന്നെങ്കിൽ ഹോണ്ടയുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഷോറൂമിലോട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡേറ്റ് സെയിം ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അവരത് ക്ലിയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഹോണ്ട ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം സ്വന്തം കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി കാരണമാണ് അവരിങ്ങനെ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇപ്പം നിലവിലെ ഒരു ഇഷ്യൂസ്, അല്ലെങ്കിൽ വണ്ടിക്ക് ഫുള്ളായിട്ടൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും നിലവിലില്ല. അപ്പോൾ നിങ്ങളിനി ഒരു CB350 എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും മടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വണ്ടി എടുക്കാവുന്നതാണ്. വണ്ടിക്ക് നിലവിലൊരു കംപ്ലയിൻസും കാര്യങ്ങളില്ല. അപ്പോൾ ഫ്യൂച്ചറിലായിട്ടൊന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് അവർ ആ വണ്ടിക്ക് ആ ഇഷ്യൂസ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി എടുക്കാം, കാരണം ഹോണ്ട അത്ര റെസ്പോൺസിബിളാണ് അവരുടെ കസ്റ്റമേഴ്സിനോടെന്നുള്ളത് ഈ ഒരു അനൗൺസ്മെൻറ്റിൽ തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഇഷ്യൂ, ഫ്യൂച്ചറിൽ അത് വണ്ടിക്ക് വരുന്ന കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കൈയൊഴിയാവുന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ അവർ അനൗൺസ് ചെയ്ത് ആ ഒരു ഇഷ്യൂ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കസ്റ്റമേഴ്സിനോട് ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നതെന്നാണ്. അത് അവരുടെ ബ്രാൻഡിൻ്റെ വാല്യൂ തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളും കാണുന്നവരെ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. സീ യു ദെൻ. ബൈ ബൈ.